ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷമിത എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് ഷമിത. യഥാർത്ഥ പേരല്ല. എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. അച്ഛനും അമ്മയുമുണ്ട്. ഞാനാണ് ഏറ്റവും ഇളയത്. എനിക്ക് കുറേയധികം ലാളനകൾ തന്നാണ് അവർ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുമായി വളരെ അടുപ്പത്തിലാണ്. വായി തോന്നുന്നതും മനസ്സിൽ വരുന്നതും എല്ലാം ഞാനങ്ങ് പറയും മാഡം. അമ്മ എന്നെ വഴക്ക് പറയും അങ്ങനെ പറയരുതെന്ന്. എങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇത്തിരി അഡൽട്ട്സ് കാര്യങ്ങളാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എന്ന് വെച്ചിട്ട് എൻ്റെ അച്ഛനോടോ ചേട്ടന്മാരോടോ ഒന്നും ഞാൻ അങ്ങോട്ട് പറയാറുമില്ല. എനിക്ക് +2 മുതൽ ഒരു കൂട്ടുകാരിയുണ്ട്. അവളുടെ പേര് സോന. അവൾ വന്നപ്പോൾ എന്തുകൊണ്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് കൂട്ടായി. അവൾ വളരെയധികം ആഗ്രഹമുള്ളൊരു പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി. സൗന്ദര്യമുള്ള ആണുങ്ങളുടെ കണക്കെടുപ്പാണ് അവൾ ആദ്യം നടത്തി എന്നോട് പറഞ്ഞത്. സ്കൂളിൽ എത്ര ആണുങ്ങളുണ്ട്, അതിൽ ഏതാണ് കൊള്ളാവുന്ന ആൺ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. എനിക്കതിന് ഗുഡൻസ് ആദ്യം മനസ്സിലായില്ല. എന്നാലും കാണുമ്പോൾ തന്നെ നിനക്കിതെങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, 8ലും 9ലും 10ലും വെച്ച് അവൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടുകയാണ് ചെയ്തത്. ഞാനിങ്ങനെ നിയന്ത്രണമില്ലാതെ നടക്കുമെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിലും ഇവളെപ്പോലെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവൾ എന്നോട് പറഞ്ഞത് അന്നും അവളുടെ സീനിയേഴ്സൊക്കെ അവളെ പ്രേമിക്കാൻ നടക്കുമെന്നും അവൾ പല കാര്യങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ടെന്നും പിന്നെ ഒന്നിച്ച് വീട്ടുകാരറിയാതെ പല സ്ഥലത്തും ടൂർ പോയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല കുഴപ്പവും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോഴാണ് അവൾ പറഞ്ഞത്, കുഴപ്പമൊന്നും സംഭവിക്കില്ല, അതിന് മെഡിക്കൽ സ്റ്റോറിൽ കാര്യങ്ങളുണ്ടല്ലോ, അത് വാങ്ങിച്ചാൽ മതി, ആണുങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടി. എടി, അതൊക്കെ ശരിയാകുമോ? നമുക്ക് പ്രായപൂർത്തി പോലും ആയിട്ടില്ല, എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ? അതിലും പല കുഴപ്പങ്ങളും പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, അതിലൊന്നും കാര്യമില്ല, ശ്രദ്ധിച്ചാൽ മതി. നിനക്കൊരു കാര്യം അറിയാമോ? നമുക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഒരിക്കലും അവരോട് നോ പറയരുത്. അവരിൽ നിന്നുള്ള സ്നേഹം നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു രസമുള്ളൂ. അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ, നല്ല ഒരാണുങ്ങളെയും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാണുങ്ങളെയും നമ്മൾ വെറുതെ വിടില്ല. എന്നാലും നമ്മൾ കൊച്ചു പിള്ളേരല്ലേ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓ, കൊച്ചു പിള്ളേരെന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ വെറുതെ ആളുകൾ പറയുന്നതാണ്. നമുക്കുണ്ട് മോളെ മോഹങ്ങൾ. അവൾ പറഞ്ഞത് കേൾക്കാൻ രസമുണ്ടെങ്കിലും പത്രവും TV-യും ന്യൂസും ഒക്കെ കാണുന്നതുകൊണ്ട് എനിക്കറിയാം അതിൽ കുഴപ്പമുണ്ടെന്ന്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും എന്ത് ചെയ്താലും അതൊക്കെ പ്രശ്നമായി തീരും. എന്തായാലും ഇവളുടെ ധൈര്യമൊന്നും എനിക്കില്ല. ഇവളുടെ കഥകളൊക്കെ കേൾക്കാം, അതല്ലാതെ എന്താ. +2-ന് പഠിക്കുന്ന സമയത്തും അവൾ വല്ലാതെ ആക്റ്റീവായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയിട്ട് അവൾ ഈസിയായിട്ട് തിരിച്ചു വരും. ഒരിക്കൽ പോലും അവൾക്ക് ഒന്നിനോടും ഒരു പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞില്ല. കാരണം എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയും. എന്തായാലും അവളുടെ കൂട്ട് ഞാൻ ഒത്തിരി ആസ്വദിച്ചു. അവൾ എനിക്ക് എല്ലാം ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തന്നു. ആണുങ്ങളെപ്പറ്റി 1000 പേജുള്ള ഒരു ഗ്രന്ഥം എഴുതാൻ മാത്രം മിടുക്കിയാണ് അവൾ. പക്ഷേ അവളുടെ വഴിക്ക് എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും. അവളുടെ വീട്ടിൽ ഒരു കുഴപ്പവുമില്ല. എനിക്കതുപോലെയല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരി ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കവളെ ഉപേക്ഷിക്കാൻ വയ്യെങ്കിലും അവളുടെ രീതിയിൽ ഞാൻ പോയില്ല. പകരം അവളുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ കൊതിയുണ്ട്. അത് തീർക്കാൻ അവൾ എന്നോട് വട്ടം വരയ്ക്കാനും വൃത്തം വരയ്ക്കാനും പറഞ്ഞു. അങ്ങനെ അവളുടെ നിർദ്ദേശപ്രകാരം ഞാനും ഇതെല്ലാം തുടങ്ങി. +2 അങ്ങനെ പോയി. ഞാൻ പോയ കോളേജിൽ തന്നെ എൻ്റെ ക്ലാസ്സിൽ അവൾ വന്നു. അങ്ങനെ സംഭവിച്ചു. അതോടുകൂടി എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായി. വിട്ടുപിരിയാൻ പറ്റാത്ത അടുപ്പമായി. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇനി നീ വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം വേസ്റ്റ് ആകും. നീ പ്രായപൂർത്തിയാകാനായിരുന്നല്ലോ കുഴപ്പം. ഇനിയെങ്കിലും നിന്നെ അപ്രോച്ച് ചെയ്യുന്ന നല്ല ആണുങ്ങളിലെ അവരുടെ കൂടെ അറ്റ്ലീസ്റ്റ് കറങ്ങെങ്കിലും നടക്ക്. കാര്യം ആണുങ്ങളടുത്ത് വരുമ്പോഴുണ്ടാകുന്ന ഒരു വൈബ് വേറെയാണ്. ഒരു തമിഴ് പാട്ടിൽ നീ കേട്ടിട്ടില്ലേ, പെണ്ണല്ല വീണയാണ് നീ മീട്ടണമെന്ന് എന്ന് പറഞ്ഞതുപോലെ ആണിൻ്റെ അടുത്ത് മാത്രമേ പെണ്ണിനൊരു നിലനിൽപ്പുള്ളൂ. ഞാൻ പറഞ്ഞു, വീണയോ ഗിറ്റാറോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ പേരും വന്ന് മീട്ടാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിറ്റാറിൻ്റെ വീണയുടെയും കമ്പിയൊക്കെ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, കമ്പിയല്ലേ പൊട്ടട്ടെ, കമ്പി എന്ന് പറഞ്ഞാൽ പൊട്ടാനുള്ളതാ മോളെ.
അവളുടെ ഇത്തരം പല കുസൃതികളും ഞാൻ ആസ്വദിച്ചിരുന്നു. ആ കഥ കേൾക്കാൻ എനിക്ക് വല്ലാത്ത വെമ്പലായിരുന്നു. എങ്കിലും പരീക്ഷിച്ചു നോക്കാൻ ഞാൻ മുതിർന്നില്ല. ഇതിനിടയ്ക്കാണ് മാഡം എൻ്റെ കോളേജിൽ ഒരു സാറ് വന്നത്. ആ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. ഗസ്റ്റ് ലെക്ചറാണ്, ഉടനെ പോവുകയും ചെയ്യും. എത്ര നാളിവിടെ ഉണ്ടാകുമെന്നും അറിയില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഇവിടെ വന്നതിൽ പിന്നെ ആദ്യമായിട്ടാണ് എനിക്കൊരാളോട് താല്പര്യം തോന്നുന്നതെന്ന്. അപ്പോൾ അവൾ ചോദിച്ചു, ആരോടാണ്? അത് ആ സാറിനെയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതൊക്കെ ഒരു ജുജുബി കേസാണ് മോളെ. ഞാൻ വേണമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അങ്ങനെ പാട്ടിലാക്കി കാണിക്കാമെന്നും. ഞാൻ പറഞ്ഞു, നീ പാട്ടിലാക്കി കഴിഞ്ഞാൽ എനിക്കെന്ത് ഗുണം? നീ അയാളെ കൊണ്ട് കറങ്ങാൻ പോകും, ഞാനാണെങ്കിൽ നോക്കി രസിക്കും, നിൻ്റെ കഥകൾ കേൾക്കും, അതേ ഉള്ളെന്ന്. അവൾ പറഞ്ഞു, എടി എന്തായാലും ഡിഗ്രി ഫൈനൽ ഇയറായി, ഇനിയെങ്കിലും നീ കുറച്ച് ധൈര്യം കാണിര്. ഞാൻ അയാളെ വളയ്ക്കാം, പക്ഷേ ഓടിക്കേണ്ടത് നീയാണ്. ഇവിടെ ഞാൻ അയാളെ വളയ്ക്കാൻ ഇറങ്ങുന്നത് നിനക്ക് വേണ്ടി, നിന്നോടുള്ള എൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് പറഞ്ഞു. എടി അന്ന് ശരിയായില്ലെന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു, ശരിയാകും, നീ ഒരാഗ്രഹം ആദ്യമായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഇതുവരെയും ഒരു പരീക്ഷണത്തിന് മുതിരാത്ത കുട്ടിയാണ്. ഇപ്പോൾ നിനക്ക് പരീക്ഷണം ആവശ്യമാണെങ്കിൽ നിൻ്റെ ഇഷ്ടം ഞാൻ എത്രയും പെട്ടെന്ന് നടത്തിത്തരും, ഇല്ലെങ്കിൽ എൻ്റെ പേര് ഇതല്ല എന്ന് പറഞ്ഞ് അവൾ ചാടി ഇറങ്ങി. പിന്നീട് അവൾ അങ്ങോട്ട് പോയി സാറിനോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, നോക്കടി, സാർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങിയെന്ന്. ശരിയാണ്, അവൾ പോയി കഴിഞ്ഞാൽ ഏത് വിശ്വാമിത്രൻ്റെയും തപസ്സിളകും. പക്ഷേ ഞാൻ സ്നേഹിച്ച ആളെ അവളാണ് സ്വന്തമാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ അവൾ സ്വന്തമാക്കും, അത് ഉറപ്പാണ്. എനിക്കെന്തോ ഈ ഐഡിയ വർക്കൗട്ടാവാൻ തോന്നിയില്ല. പക്ഷേ അവളോട് പറയാനും ഒരു മടി. അവൾ പറഞ്ഞു, സാറ് ഫുള്ളായിട്ട് വളഞ്ഞടി, ഒരു പ്രശ്നമില്ല, സാറ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നീ എവിടെ പോയി? നിൻ്റെ കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു വരും. ഞാനാണ് നിന്നോട് പറഞ്ഞത് അയാളെ എനിക്കിഷ്ടമാണെന്ന്. പക്ഷേ എൻ്റെ ആഗ്രഹം ബാക്കിയാകുന്നു. നീ ഇങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ അയാളെ ഞാൻ കണ്ടിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിച്ചിരിച്ചു. എടി, എനിക്ക് മനസ്സിലായി നിനക്ക് വല്ലാത്ത ആകാംക്ഷയുണ്ടെന്ന്, ഞാൻ അയാളെ സ്വന്തമാക്കുമോന്ന്. അയാളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല ഇത്രയും തത്രപ്പാട്. ഞാൻ നോക്കുമ്പോൾ അയാൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ലോ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് എനിക്ക് സാധിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അയാളുടെ അടുത്തേക്ക് നീയാണ് പോകുന്നത്, നിന്നെ ഞാൻ കൊണ്ടുപോകും. അതിന് സാറിന് എന്നെ ഇഷ്ടമല്ലല്ലോ. നീയല്ലേ ചാറ്റ് ചെയ്തും അങ്ങോട്ട് ചെന്നും ഒക്കെ അയാളുടെ ഇഷ്ടം നേടിയെടുത്തത്. അതൊന്നും സാരമില്ല. ഇതിനിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നിന്നെയും കൂട്ടിയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ സാറുമായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകിയെങ്കിലും എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ എല്ലാം ഒന്ന് സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയുണ്ട്, സൈലൻ്റാണ്, മോഹങ്ങൾ കുഴിച്ചുമൂടി അവൾ നടക്കുകയാണ്. ഇപ്പോൾ മോഹം പൊങ്ങി വന്നപ്പോൾ സാറാണ് ടാർജറ്റ്. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് വന്ന് സംസാരിച്ചതെന്ന്. സാറിന് നിന്നെ ഇക്ഷ പിടിച്ചു മോളെ, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ ഞാൻ പോയി സാറിനെ വളച്ചെടുത്തൊന്നുമല്ല. വളച്ചു, പക്ഷേ അത് നിനക്ക് വേണ്ടിയാണ്. ഉള്ളതുപോലെ ഞാൻ പറയും, അല്ലാതെ എനിക്ക് അയാളെ വേണ്ട എന്ന് പറഞ്ഞ് അവളെന്നെ സമാധാനിപ്പിച്ചു. ഇത്രയും നല്ലൊരു ഫ്രണ്ടായിരിക്കും അവളെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഞാൻ പറഞ്ഞടി, എനിക്ക് തനിയെ പോകാൻ പേടിയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, സാർ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകും. മധുവിധുരാവുകളെ, സുരഭിലയാമങ്ങളെ എന്ന് പറഞ്ഞ് നീ അലയ്ക്കുന്നത് എനിക്ക് കേൾക്കണം. അങ്ങനെ അവൾ കാര്യങ്ങളൊക്കെ ശരിയാക്കിയെന്ന് പറഞ്ഞിട്ട് അവളുടെ ധൈര്യത്തിലാണ് സാർ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ പോയത്. സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഒരിക്കൽ പോലും എന്നോട് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇയാൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഇവൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. പിന്നെ നേരാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന്. ആ സമയത്ത് മാത്രം എൻ്റെ നാക്ക് ഒന്ന് പൊന്തി, എനിക്കിഷ്ടമാണ്, ഞാനാണ് ഇവളോട് പറഞ്ഞതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നറിയില്ല, എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി കയറി പറഞ്ഞു, കല്യാണമൊക്കെ ആർക്കാ സാർ ആവശ്യം? ഇപ്പോഴത്തെ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കല്യാണം കളവാണെന്ന് പറയുന്ന പെണ്ണുങ്ങളൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. സാറിന് വേണ്ടത് എന്താണെന്ന് സാറിനും അറിയാമല്ലോ. അതിനിടയ്ക്ക് കല്യാണം എന്ന് പറയേണ്ട കാര്യമില്ല. കല്യാണമൊക്കെ ഞങ്ങളും കഴിക്കും, അത് നല്ല കൊമ്പത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാർ പറയുന്നവരെ. അല്ലാതെ പ്രേമം സ്നേഹം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ കാലത്ത് ഒരു കാര്യവുമില്ല.
തുറന്നടിച്ച് പറയുന്ന അവളുടെ സ്വഭാവം എന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അവൾ പറഞ്ഞു, സമയം കളയാനില്ല, നമുക്ക് ഒരു 2 മണിക്കൂർ, അത് കഴിയുമ്പോൾ തിരിച്ചു പോകണം, പെട്ടെന്നാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സാറിനെ അനുഗമിച്ചു. അദ്ദേഹം അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ സാറിനെ പിന്നെ വിളിച്ചു. സാറേ, ആവശ്യമില്ലാതെ എടുത്തു ചാടരുത്, ദേ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് സാറിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. സാറാണെങ്കിൽ ചമ്മിച്ചിരിച്ചു. അയ്യോ, ഞാൻ ശരിക്കും മറന്നു പോയിരുന്നെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, മറക്കരുത്, മറന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകും. കാര്യം എൻ്റെ സാഹചര്യമല്ല ഇവളുടേത്, എൻ്റെ ബുദ്ധിയല്ല ഇവളുടേത്, അതുകൊണ്ട് സൂക്ഷിക്കണം, ആക്രാന്തം പാടില്ല സാറേ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കായിരുന്നു ആക്രാന്തം കൂടുതലെന്ന് തോന്നുന്നു. കാര്യം കാണാനുള്ള മോഹം എനിക്കായിരുന്നു കൂടുതൽ. അദ്ദേഹവും എൻ്റെ ആവേശം കണ്ട് അത്ഭുതപ്പെട്ട് കാണും. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും മതിമറന്നു. പ്രതീക്ഷിച്ചതിലും എത്രയോ മികച്ച ഒരവസരമാണ് എനിക്ക് വീണ് കിട്ടിയിരിക്കുന്നത്. എത്രയോ രാത്രികളിൽ ഞാൻ വട്ടം വരച്ചു. ഇപ്പോഴാണ് യഥാർത്ഥ വൃത്തത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നത്. ആ 2 മണിക്കൂർ എനിക്ക് മനോഹരമായിരുന്നു. ഞാൻ എല്ലാം മറന്നുപോയ നിമിഷങ്ങൾ, പുറത്ത് അവളുണ്ടെന്ന് പോലും ഞാൻ മറന്നുപോയി. അത് പിന്നീട് ഒരു തുടർക്കഥയായി. ഏകദേശം 6 മാസത്തോളം ഞങ്ങൾ പല ദിവസത്തോടെ പോകുമായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ ഫ്രണ്ടാണ് കൂട്ടുവന്നിരുന്നത്. ഒരിക്കൽ പോലും അവൾ അതിക്രമിച്ച് സാറിൻ്റെ ആ സ്പേസിലേക്ക് കടന്നിട്ടില്ല. അവൾ പറഞ്ഞു, സാറ് നമ്മൾ പിരിയുന്നത് വരെ നിൻ്റെ സ്വന്തമായിരിക്കട്ടെ, എനിക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഇടിച്ചു കയറി വരണ്ടെന്ന്. അവളുടെ ആ രീതിയൊക്കെ ഒത്തിരി മതിപ്പുകൾ എനിക്കുണ്ടാക്കി. പിന്നെ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ PGക്ക് പോയി. PGക്ക് 2 കോളേജിലായിരുന്നു. എങ്കിലും സൗഹൃദം കളഞ്ഞില്ല. സാറിനെ പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. ഞങ്ങൾ PGക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും സാറ് വേറെങ്ങോ പോയി. സൗഹൃദങ്ങൾ നിലനിർത്തരുത്, അത്തരം സൗഹൃദങ്ങൾ എന്നവൾ എന്നോട് പറഞ്ഞിരുന്നു. ആദ്യത്തെ ബെല്ലിന് കർട്ടൻ ഉയർന്ന് സിനിമ തുടങ്ങണം, അവസാനത്തെ ബെല്ലിന് ഇറങ്ങിപ്പോകണം, പിന്നെ ഇടവേളയുണ്ടെങ്കിൽ അതും. ഇത്രയേ ഉള്ളൂ. അതല്ലാതെ കണ്ട സിനിമയെപ്പറ്റി ഓർത്തോർത്തിരിക്കരുത്. ഇതാണ് നമ്മളുടെ ഫീൽഡിൽ വേണ്ടതെന്ന് അവൾ പറഞ്ഞിരുന്നു. എങ്കിലും സാറല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റു പുരുഷന്മാർ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും സാർ വരുത്തിയ മാറ്റങ്ങൾ എനിക്ക് പ്രകടമായിരുന്നു. ഒരു ദിവസം എന്നോട് അമ്മ ചോദിക്കുകയും ചെയ്തു, നിനക്ക് ആ കൂടി ഇപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മോളെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അമ്മ പറഞ്ഞു, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല, വണ്ണം ഇത്തിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അമ്മ ഒന്ന് മൂളുകയും ചെയ്തു. ഈ രഹസ്യങ്ങൾ അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എനിക്ക് കുറച്ച് കുറ്റബോധമുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണാലോചനയൊക്കെ നടക്കുന്ന സമയത്ത് അവളുടെ കല്യാണമാണ് ആദ്യം നടന്നത്. അവൾ എന്നോട് പറഞ്ഞു, എടി, എല്ലാം നിർത്തി, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിന്നെക്കൊണ്ടത് പറ്റുമോ? അപ്പോൾ അവൾ പറഞ്ഞു, പറ്റും. കാര്യം ഇങ്ങേര് നല്ലൊരുത്തനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എല്ലാമുണ്ട്. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞ് പതുക്കെ ഇപ്പോൾ ഞാൻ നല്ലവളായിട്ട് അഭിനയിക്കും, ഒന്നും അറിയില്ലെന്ന് ഭാവിക്കും. ചേട്ടനാണ് എല്ലാമെന്ന് ഞാനങ്ങ് പറയുവടി. അത് ചിലപ്പോൾ നടക്കുമെന്ന്. അതെന്താടി? അല്ല, തോട്ടി കുളിക്കാൻ വന്നവൻ കടലിലേക്ക് എടുത്ത് ചാടി ഫീൽ ഉണ്ടാകുമ്പോഴേക്കും അങ്ങർക്ക് മനസ്സിലാകില്ലേ? ഒന്ന് പോടി, എങ്കിലും ഞാൻ ആക്ട് ചെയ്യും എന്ന് അവൾ പറഞ്ഞു. എന്തായാലും അവൾക്ക് കിട്ടിയത് നല്ലൊരു മനുഷ്യനെയാണ്. പക്ഷേ എന്തുകൊണ്ടോ അവളുടെ തോന്നിവാസങ്ങൾ ആ മനുഷ്യന് മനസ്സിലായില്ല. 1.5 വർഷത്തോളം മാതൃകാ ദമ്പതികളായിട്ട് അവർ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഭർത്താവിനെ അവൾ ചൊറിയാൻ തുടങ്ങി. എല്ലാം എനിക്ക് വേണ്ടി അവൾ ഫോണിൽ വിളിച്ച് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഭർത്താവിനോട് പറയും, നിങ്ങൾക്ക് മറ്റാരോട് താല്പര്യം തോന്നിട്ടില്ലേ? അതൊന്നും ഒരു തെറ്റല്ല, പറയൂ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ പല രഹസ്യങ്ങളും അവൾ പുറത്തിട്ടു. ആ മനുഷ്യൻ അവളോട് എല്ലാം തുറന്നു പറയുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് പുള്ളി കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത്രേ ഞാനൊരു സുന്ദരിയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ അങ്ങ് ആരോപിച്ചു, അവളോട് നിങ്ങൾക്ക് എന്തോ താല്പര്യം തോന്നുന്നു, അവളുടെ കല്യാണാലോചന നടക്കുന്നതേ ഉള്ളൂ, ഞാനങ്ങ് മാറിത്തരാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയോട് വഴക്കിട്ടു. പക്ഷേ അവൾക്ക് വേറെയായിരുന്നു ഉദ്ദേശം. എന്നോട് അവൾ ചോദിച്ചു, എടി, എൻ്റെ ഹസ്ബൻഡ് നേരിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഞാൻ കല്യാണത്തിന് കണ്ടതല്ലേ, അദ്ദേഹം ഒരു മാന്യനല്ലേ, ആ മാന്യനെ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പൊടി, അദ്ദേഹത്തിന് അങ്ങനെയുള്ള സ്വഭാവം ഒന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, എടി, അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം, എനിക്ക് ഇവിടെ നിന്ന് ബോറടിച്ചു,
എനിക്ക് പഴയതുപോലെയാകണം. ഭർത്താവിനെയും ആ ധാരയിലേക്ക് കൊണ്ടുവരണം. എനിക്ക് ഡയറക്റ്റായിട്ട് അത് തുറന്നു പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു വളഞ്ഞ വഴി ഞാൻ സ്വീകരിക്കുകയാണ്. അങ്ങേർക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പുള്ളി നിന്നെ കണ്ടപ്പോൾ ഒരു കോംപ്ലിമെൻ്റ് തന്നതാണ്. പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കി. എന്നേക്കാൾ സുന്ദരിയായി നിന്നെ തോന്നി. നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കിട്ടെന്ന് നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എല്ലാം ഞാനൊരു വഴിമരുന്നിടുന്നതാടി. ഇത്തിരി കഴിയുമ്പോൾ ഞാൻ പറയും എൻ്റെ കൂട്ടുകാരിയാണ്. അവളോട് നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പലതും കേൾക്കും. എടി, നീ വന്ന് ദയവായി ഇതൊക്കെ ഒന്ന് ശരിയായി കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഒന്ന് ചേർന്ന് നിൽക്കണം. നിൻ്റെ കല്യാണത്തിന് മുമ്പ് വരെ നിനക്ക് എൻജോയ് ചെയ്യാമല്ലോ. എൻ്റെ ഭർത്താവ് നീ പണ്ട് പ്രേമിച്ച മാഷിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ്, ശരിയല്ലെന്ന് ചോദിച്ചു. അതൊക്കെയാണ്. എങ്കിലും അദ്ദേഹം ശരിക്കും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹമില്ലെങ്കിൽ ഞാൻ ആഗ്രഹമുണ്ടാക്കിയെടുക്കും. നീ ഒന്ന് വന്നു ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും. നിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് ഇറങ്ങി നടക്കാം മോളെ, പ്ലീസ്. ഞാൻ മെനയുന്ന കഥയിൽ നീ കൂടെ ഒന്ന് വന്നാൽ മതി. നിനക്ക് താല്പര്യമുണ്ടല്ലോ, ഇല്ലെന്ന് പറയരുതേ എന്ന് പറഞ്ഞു. അവൾ എന്നെ പിന്നെയും പിന്നെയും നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എൻ്റെ കല്യാണം എന്ന് നടക്കുമെന്നറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിക്ക് ചില സാന്ത്വനങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനെന്ത് വിചാരിക്കുന്നോർത്താണ് അവൾ മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കും അവൾ സുന്ദരിയായിട്ട് തോന്നി. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കണ്ണടയ്ക്കാം. ജീവിതം ഒന്നല്ലേ ഉള്ളു ചേട്ടാ, അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ ലോകം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ മനസ്സ് വായിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഭർത്താവിന് എന്നെ ഇഷ്ടമാണ്. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ അവൾ ത്യാഗം ചെയ്ത് എനിക്ക് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തരുന്നു എന്നുള്ള രീതിയിൽ അവളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഞങ്ങൾക്കായി മാറിത്തന്നു. എന്തായാലും എനിക്ക് ആദ്യം സംഭ്രമമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, അവൾ ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ശരിക്കും എൻ്റെ സ്വപ്നസുന്ദരി നീയായിരുന്നു. അയാൾ എൻ്റെ കാൽപാദങ്ങളിലെ കൊലുസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ശരിക്കും എന്നെ അടിമയാക്കിയാലും ഞാനത് അനുസരിക്കുമെന്ന് പറഞ്ഞ് ഭ്രാന്തമായ ഇഷ്ടമാണ് എന്നോട് കാണിച്ചത്. അതിൻ്റെ ഗുണം എനിക്കുണ്ടായി. പണ്ട് ഞാൻ ഗസ്റ്റ് ലെക്ചറെ മോഹിച്ചു. അത് വന്യമായൊരു ബന്ധമായിരുന്നെങ്കിൽ ഇത് ഒരു പൂജാബന്ധമായിരുന്നു. ഞാൻ ദേവിയെപ്പോലെയായിരുന്നു അയാളുടെ മുന്നിൽ. വളരെ വ്യത്യസ്തമായ ആ ബന്ധം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. എൻ്റെ പേര് പറഞ്ഞിട്ട് അവൾ പല രീതിയിലും പുതുമകൾ തേടിപ്പോയി. പിന്നീട് അവളുടെ ഭർത്താവിന് ഒന്നും എതിര് പറയാൻ വയ്യാതായി. ചുരുക്കം പറഞ്ഞാൽ പണ്ട് കോളേജിൽ നടന്നതിനേക്കാൾ കൂടുതൽ അവൾ ഇപ്പോൾ പാറിപ്പറന്ന് നടക്കുന്നു. ഈ സംഭവം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. ആ ഒരു വർഷത്തോളം ഞാൻ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ഒരു മനപ്പൊരുത്തവുമുണ്ട്. അവളും ഭർത്താവും തമ്മിലും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരേ പാതയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അങ്ങനെ കാര്യമില്ലല്ലോ. പല പാതകളും കണ്ടുപിടിച്ച് അവൾ എണ്ണം കൂട്ടിപ്പോകുന്നൊരു സ്ത്രീയാണ്. പിന്നീട് ഭർത്താവ് അത് സമ്മതിച്ചു കൊടുത്തു. കാരണം ഒരു വരുമാന മാർഗമായി അവളത് ഇപ്പോൾ സ്വീകരിച്ചു. അപ്പോൾ ഒത്തിരി പ്രയോജനം ഭർത്താവിനുമുണ്ടാകുമല്ലോ. ഇതിനിടയ്ക്ക് വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞു മാഡം. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. എന്നോടും ഇഷ്ടം തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് 2-3 ദിവസത്തോളം അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്നു. എന്നോട് വളരെ സ്നേഹമായി പെരുമാറി. ഒന്നും അറിയാത്ത പെൺകുട്ടിയായി ഞാൻ ഭാവിക്കുകയായിരുന്നു. നിനക്ക് ഞാൻ സമയം തരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഭർത്താവിൻ്റെ മുന്നിൽ നമ്മൾ സമയം കാത്തിരിക്കണം. അങ്ങനെ ആ സമയം സമാഗതമായി. വളരെ നിരാശാജനകമായിരുന്നു അതിൻ്റെ ഫലം. കാര്യം കടലിൽ കായം കലക്കിയത് പോലെ, കുളത്തിൽ കല്ലിട്ടതുപോലെ ഒരു അനുഭവമായിരുന്നു എനിക്കും. അദ്ദേഹത്തിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ലെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ പുള്ളി എന്നോട് ചോദിച്ച ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി. നിനക്ക് എന്തൊക്കെയോ മുൻ അനുഭവങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ലക്ഷണമാണിത്. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല,
എന്തോ ഒരു മിസ്റ്റേക്ക് നിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നു. സത്യം പറയൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം ക്ഷമിക്കാം. പക്ഷേ ഇല്ലെന്ന് മാത്രം പറയരുത്. എന്തോ ഉണ്ട്. നിൻ്റെ പഴയ കാമുകനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് പറഞ്ഞ് എന്നോട് ക്ഷമ ചോദിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ ഇന്ന് വരെ പിടികൊടുത്തിട്ടില്ല. മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം എന്നോട് ഇമോഷണലി ഇങ്ങനെ പറയും, തുറന്നു പറയൂ. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം. പക്ഷേ ഇതിലെന്തോ മർമ്മപ്രധാനമായ കാര്യമുണ്ട്. എനിക്കുറപ്പാണെന്നൊക്കെ എന്തോ കണ്ടുപിടിച്ച പോലെ പറയുകയാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാർ കല്യാണത്തിന് മുമ്പ് പറഞ്ഞത് ആണുങ്ങളുടെ മുന്നിൽ അഭിനയിച്ചാൽ മതി, അവരൊന്നും കണ്ടുപിടിക്കില്ലെന്നാണ്. പല കഥകളിലും ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടന്നത് നേരെ തിരിച്ചാണ്. ഞാനിതുവരെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ പൂർവ്വകാല സംഭവങ്ങളൊക്കെ ഞാൻ തുറന്നു പറയണോ മാഡം? അതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ? അതോടുകൂടി ജീവിതം സെറ്റാകുമോ? അതോ ഞങ്ങൾ പിരിയേണ്ടി വരുമോ? എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വകാല കഥകൾ തുറന്നു പറഞ്ഞത് ഒട്ടും നല്ലതല്ല. നിങ്ങൾ ചെയ്ത് തെറ്റാണ്. പക്ഷേ ദാമ്പത്യത്തിൽ അങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും അതൊരു കരടായിട്ട് അവശേഷിക്കും. വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ആരോടും തുറന്നു പറയേണ്ട കാര്യമില്ല. കാര്യം ഇല്ലാന്ന് 10 വട്ടം പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെയും ഭർത്താവ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും? നോക്കുക, ഒത്തുപോകാൻ പറ്റുമോയെന്ന്. തുറന്നു പറയാതെ തന്നെ പ്രശ്നം. അപ്പോൾ തുറന്നു പറയുമ്പോൾ പ്രശ്നം കൂടുകയുള്ളൂ, അല്ലാതെ പുള്ളി സമാധാനപ്പെടില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ആലോചിക്കുക, ആർക്കും ആരെയും പൊട്ടനൊന്നും ആക്കാൻ പറ്റില്ല. ചിലയിടത്തൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ പോലെ മുൻകാല ബന്ധങ്ങളൊന്നും ആരും അറിയില്ലെന്ന് പറയാം. പക്ഷേ ചില ആണുങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കാണും എന്നുള്ളതും ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ചെയ്തത് ശരിയല്ല എങ്കിൽ കൂടിയും ആ പുരുഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചോദിച്ച് സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് മാത്രം നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നോക്കുക. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് പറയുക, എനിക്കൊന്നും പറയാനില്ല, ഇനി എന്നോട് ചോദിക്കരുത്, സന്തോഷകരമായി മുന്നോട്ട് പോകാമെന്ന്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക.